ബ്രോഡാഡി എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ലൈംഗിക അതിക്രമം നേരിട്ടുവെന്ന് ജൂനിയർ ആർട്ടിസ്റ്റായ യുവതിയുടെ വെളിപ്പെടുത്തൽ. സഹസംവിധായകൻ മൻസൂർ റഷീദിനെതിരെയാണ് ആരോപണം. ഷൂട്ടിംഗ് നടന്ന ഹൈദരാബാദിലെ ഹോട്ടലിൽ വെച്ച് മൻസൂർ റഷീദ് ശീതളപാനീയത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 6 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നും യുവതി പറയുന്നു. പോലീസിലും വനിതാ കമ്മീഷനിലും അണിയറ പ്രവർത്തകരോടും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല എന്നും യുവതി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഫിലിമിന്റെ ലൊക്കേഷനിൽ അവിടുത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു ഈ മൻസൂർ റഷീദ്. ഒരു 4-5 പ്രാവശ്യം ഷൂട്ടിന് പോയിട്ടുണ്ട്. അത് ഫയർഫീൽഡ് മാരിയട്ട് എന്ന് പറഞ്ഞ ഗച്ചിബൗളിയിലുള്ള ഒരു ഹോട്ടലാണ്. റൂം ബുക്ക് ചെയ്തു. ഞാൻ ഒരു 5 മണിയൊക്കെ ആയപ്പം റൂമിലെത്തി. 6:30 ആയപ്പോഴത്തേന് എത്തിയോന്നും ചോദിച്ച് വിളിച്ചു മൻസൂർ റഷീദ്. അത് കഴിഞ്ഞിട്ട് ഈ വ്യക്തി റൂമിലേക്ക് വരികയും കയ്യിലൊരു സ്പ്രൈറ്റും ഒരു ചോക്ലേറ്റും ഉണ്ടായിരുന്നു. എന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ വിൻഡോയിൽ ഗ്ലാസ് വിൻഡോയാണ്. ആ ഗ്ലാസ് വിൻഡോന്ന് ജസ്റ്റ് 2 സൈഡിലെയും ഡോർ ഈ കട്ടൻ നീക്കിയിടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് സ്പ്രൈറ്റ് തന്നത്. ഈ സ്പ്രൈറ്റ് കുടിച്ചു കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരു പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരുമോ തലകറക്കോ വല്ലാത്തൊരവസ്ഥ വന്നു. അങ്ങനെ എനിക്ക് ആ തല ഇറങ്ങി വയ്യേ, എന്ത് പറ്റി വയ്യേന്ന് ചോദിച്ചു. അങ്ങനെ ഇപ്പോൾ എനിക്ക് വയ്യ തീരെ മേല. അന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് എല്ലാം സംസാരിക്കാം, റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ കുറെ കഴിഞ്ഞ് ഞാൻ എണീക്കുന്നത് 11 മണിക്കാണ്. രാത്രി 11 മണിക്ക് ഞാൻ എണീക്കുമ്പോഴത്തേക്ക് എനിക്ക് ഡ്രസ്സൊന്നുമില്ല, എന്നെ യൂസ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. പിറ്റേ ദിവസം രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോ എന്റെ തന്നെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. എന്നോട് പറഞ്ഞു ഞാനിത് എല്ലാരെയും കാണിക്കും, സൈറ്റിലൊക്കെ അപ്ലോഡ് ചെയ്യും, ഇല്ലെന്നുണ്ടെങ്കിൽ പൈസ വേണമെന്നും പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എൻ്റെ ഒരു അത്രയ്ക്ക് വലിയ പൈസയൊന്നുമില്ല. അങ്ങനെ ആദ്യം 2000, 1000 അങ്ങനെ അതിന്റെ എല്ലാത്തിന്റെയും സ്ക്രീൻഷോട്ട് ഗൂഗിൾ പേ ആണ് ചെയ്തത്. ഗൂഗിൾ പേ, ഫോൺ പേ, മണി ട്രാൻസ്ഫർ ചെയ്തതിന്റെ എല്ലാം തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ടോട്ടൽ എൻ്റെ കയ്യിൽ 6 ലക്ഷം രൂപ മേടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ഈ പരാതി കൊടുത്തതിന് ശേഷം ഞാൻ ഫെപ്കയിൽ അറിയിച്ചു. ഫെപ്കയിൽ അറിയിക്കുമ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക, ഞാൻ അയച്ച മെയിലിന് ഒരു റെസിപ്റ്റ് മെയിൽ പോലെ തന്നെന്നല്ലാതെ ആരും സംസാരിച്ചില്ല. വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്തപ്പോൾ അവരെന്നെ കോണ്ടാക്ട് ചെയ്തു. ബ്രോഡാഡി എന്ന് പറയുന്ന ഫിലിമിന്റെ ലൊക്കേഷനിൽ അവിടുത്തെ കൊല്ലം കടക്കൽ സ്വദേശിയാണ് മൻസൂർ റഷീദ്. ഇയാൾക്കെതിരെ നേരത്തെയും കേസുണ്ട്. പ്രതിയെ തിരഞ്ഞ കഴിഞ്ഞ ജൂണിൽ ആന്ധ്രാപ്രദേശ് പോലീസ് ഓച്ചിറയിൽ എത്തിയിരുന്നതാണ്. പോലീസ് എത്തിയതറിഞ്ഞ് ഇയാൾ അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു എന്നാണ് വിവരം. കണ്ണൻ നായർ വിവരങ്ങളുമായിട്ട്. കണ്ണൻ, ഇയാളെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? ഇയാളെ പിടികൂടാനുള്ള അല്ലെങ്കിൽ ഈ യുവതിയുടെ പരാതിയിൽ ഇനി എന്തെങ്കിലും നടപടികളിലേക്ക് പോലീസ് ഇപ്പോൾ കടക്കുന്നുണ്ടോ? ഈ യുവതി പരാതി നൽകിയത് ആന്ധ്രാപ്രദേശിലാണ്. ഹൈദരാബാദിലാണ് പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈദരാബാദ് പോലീസ് ഇയാളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു അന്വേഷണം നടത്തിയത്. ആ സമയത്ത് ഓച്ചിറയിൽ ഇദ്ദേഹമുണ്ട് എന്നുള്ളൊരു വിവരം ആന്ധ്രാ പോലീസിന് ലഭിക്കുന്നു. അങ്ങനെ കേരള പോലീസിനെ അറിയിക്കാതെ ആദ്യം ആന്ധ്രാ പോലീസ് ഓച്ചിറയിലേക്ക് എത്തുന്നു. അപ്പോൾ അയാൾ മറ്റൊരു വ്യക്തിയുടെ സിം ഉപയോഗിച്ച്, മറ്റൊരു പേരിലുള്ള സിം ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. അവസാനം ഓച്ചിറ പോലീസ് സ്റ്റേഷനിലെത്തി. രാത്രി ഒരു 12:00 കൂടിയാണ്, ജൂൺ മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. രാത്രി ഒരു 12:00 കൂടി ഓച്ചിറ പോലീസ് സ്റ്റേഷനിലെത്തി പ്രാദേശികമായിട്ടുള്ള സഹായം വേണം എന്നാവശ്യപ്പെടുന്നു. എന്നാൽ അതിനുശേഷം ഈ വ്യക്തി ഉണ്ടായിരുന്ന ലൊക്കേഷൻ കണ്ടെത്തുകയും അവിടെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വീട് സമീപത്താണ് എന്ന് കണ്ടെത്തുകയും അവിടേക്ക് ആന്ധ്രാ പോലീസ് ചെല്ലുമ്പോഴേക്കും അയാൾ മുങ്ങുകയാണ്. പിന്നീട് ഈ വ്യക്തിയെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ രേഖകളടക്കം കണ്ടെത്താനായിട്ടില്ല, ഫോൺ ടവർ ലൊക്കേഷൻ അടക്കം കണ്ടെത്താനായിട്ടില്ല. കടക്കൽ സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണ് ഈ ആരോപണ വിധേയനായിട്ടുള്ള ആൾ. ആ വ്യക്തി ഓച്ചിറയിൽ നിന്നാണ്, അവിടെ നിന്നാണ് മുങ്ങിയതെന്നാണ് പോലീസിൽ നിന്നും ലഭ്യമായിരിക്കുന്ന വിവരം. കേരള പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഹൈദരാബാദ് പോലീസ് എത്തിയപ്പോഴാണ് ഇത് സംബന്ധിച്ചൊരു കേസുണ്ട്, ഇങ്ങനെ ഒരു പരാതി, ഒരു പീഡന പരാതി ഉണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ലോക്കൽ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടിയാണ് ഓച്ചിറ പോലീസ് ആന്ധ്രാപ്രദേശ് പോലീസിൻ്റെ ഒപ്പം പോവുകയും സഹായം ചെയ്യുകയും ചെയ്തത്. പക്ഷേ ആ സമയമായപ്പോഴേക്കും ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു.